നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വണ്ണിലെ എല്ലാ കുട്ടികളും ആദ്യമേ ശ്രദ്ധിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളാണ് ഫുള്ള്. അതും ഗംഭീരമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ എത്രയോ വർഷങ്ങളായ സീനിയേഴ്സും എല്ലാം കണ്ടുപിടിക്കുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഏത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് നമ്മൾ നല്ല സിമ്പിളായിട്ട് പഠിപ്പിച്ചു തരും. കാരണം നിങ്ങൾ ആദ്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. നല്ല ഗംഭീരമായ വീഡിയോസും അതിൻ്റെ നോട്ട്സും എല്ലാം അതിനകത്ത് കിട്ടും. മാക്സിമം സ്റ്റുഡൻസിന് അത് മാക്സിമം ലിങ്ക് നിങ്ങൾ പാസ് ചെയ്യുക. നല്ലപോലെ പഠിക്കുക. നമുക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടുക, ഗംഭീര മാർക്ക് കിട്ടുക. അതിനുവേണ്ടി നിങ്ങൾ ഏറ്റവും നല്ല വീഡിയോസ് കണ്ടു പഠിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടും. അത് സംശയം വേണ്ട. എന്തായാലും നിങ്ങൾ ഒരു രൂപ പോലും മുടക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും. കാരണം ഇനി നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, അത്രയും റിസൾട്ട് കിട്ടിയ ഒരു ചാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ അഹങ്കരിച്ച് പറയുമല്ല, അതുപോലെ കുട്ടികൾ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നിങ്ങളും അതുപോലെ നന്നായിട്ട് മാർക്ക് മേടിക്കുന്നുള്ള പ്രതീക്ഷയിൽ. കാരണം ഫിസിക്സ് ഏറ്റവും ടഫ് സബ്ജക്റ്റാണ്. നമ്മൾ തുടങ്ങുന്ന ഫിസിക്സാണ്. ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും നമുക്കുണ്ട്. എല്ലാ വിഷയങ്ങളും നമ്മൾ തരുന്നതായിരിക്കും കൃത്യമായിട്ടും. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എനേബിൾ ചെയ്ത് നിങ്ങളുടെ കമൻസും നല്ലപോലെ കമൻറ്റുകൾ നിങ്ങൾ കൊടുത്തേക്കണം. ഗംഭീരമെങ്കിൽ ഗംഭീരം എന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തേക്കണം. അതിനകത്തൊന്നും യാതൊരു പിശുക്കും കാണിക്കരുത് കേട്ടോടെ. അന്നേരം ആദ്യം ഞാനിന്ന് ഫിസിക്സിൻ്റെ ചാപ്റ്ററിൽ എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററുകൾ വളരെ കാര്യമായി ആദ്യം അതിനെക്കുറിച്ചൊക്കെ അറിയാതെ നമ്മൾ ചാപ്റ്ററുകളെ കുറിച്ചൊന്നും അറിയാതെ ചുമ്മാ കാര്യങ്ങൾ പഠിപ്പിച്ച് കയറുന്നത് ഒരു സുഖമില്ല. എന്നിട്ട് നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ കൂടുതലായിട്ട് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററിന് വെയിറ്റേജ് അനുസരിച്ച് എങ്ങനെ പഠിക്കണം, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മാഷ് പറഞ്ഞുതരാൻ പോവാണ്. അന്നേരം നമുക്ക് 14 ചാപ്റ്ററാണ് ആകെ. ആദ്യത്തെ പണ്ടൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ചെറിയ ചാപ്റ്റർ, ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്നത് ഫിസിക്കൽ വേൾഡ്. അവനെ അങ്ങ് തട്ടിക്കളഞ്ഞു. നമ്മുടെ ഗവൺമെൻറ് എടുത്ത്, നമ്മുടെ ശിവൻകുട്ടിയാണ് മന്ത്രി എടുത്ത് തട്ടിക്കളഞ്ഞു. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് തുടങ്ങുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഇവനാണ് നമുക്ക് തുടങ്ങുന്നത്. ഡയമെൻഷൻസ് എന്ന് പറയുന്ന ഭാഗങ്ങളെല്ലാം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിനകത്താണ്. ഡയമെൻഷനാണ് മെയിൻ, അതിൻ്റെ യൂസസ്, കാര്യങ്ങൾ, പിന്നെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്, അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഡയമെൻഷൻ നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു കുന്തം അറിയാത്തവർ, ഫിസിക്സിൻ്റെ തോക്കും അല്ലെങ്കിൽ ഒരു കുന്തം അറിയാത്തവരും ധൈര്യമായിട്ട് കയറിക്കൊള്ളുക. നിങ്ങൾ ജയിപ്പിച്ചിരിക്കുന്നല്ല, നിങ്ങളെ ഗംഭീര മാർഗ്ഗം മേടിപ്പിച്ചിരിക്കും. അതിനകത്ത് മാഷ് വാക്കാണ്, ബെറ്റാണ് കേട്ടോ. ധൈര്യമായിട്ടിരുന്നു. പിന്നെ മോഷൻ സ്ട്രെയിറ്റ് ലൈൻ, കൈനമാറ്റിക് ഇക്വേഷൻ, കൈനറ്റിക് v² = u² + 2as, v = u + at, s = ut + ½ at². പിന്നെ ഗ്രാഫുകൾ, s = ut + ½ at² ഗ്രാഫിക്കലി പ്രൂവ് ചെയ്യാൻ, ഇങ്ങനെ കുറേ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, അതിൻ്റെ ഡെറിവേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. മോഷൻ എ പ്ലെയിൻ, ഇതൊക്കെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളാണ്. ആദ്യത്തെ ചാപ്റ്ററുകളെല്ലാം. മോഷൻ എ പ്ലെയിനകത്താണെങ്കിൽ പ്രൊജക്റ്റൈൽസ്, സെൻട്രിപിറ്റൽ ആക്സലറേഷൻ, പിന്നെ ട്രയാങ്കിളിലോ പാരലോഗ്രാമിലോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ലോസ് ഓഫ് മോഷൻ നിങ്ങൾക്കറിയാം, 3 ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, F = ma, റീകോയിൽ ഓഫ് എ ഗണ്ണ്, ബാങ്കിങ് ഓഫ് റോഡ്സ് എല്ലാം വരുന്ന ചാപ്റ്റർ ഇതാണ്. ഡിഡക്ഷൻ ഓഫ് ഫസ്റ്റ് ലോ ഫ്രം സെക്കൻഡ് ലോ, ഇതെല്ലാം വരുന്നത് ലോസ് ഓഫ് മോഷൻ അതാണ്. വർക്ക് എനർജി പവർ, ഇപ്പം ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണെന്ന് മാത്രം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടാകുമ്പം വളരെ സിമ്പിളായി, വളരെ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്നതിന് പകരം നല്ല സിമ്പിളായിട്ട് പോകാം. വർക്ക് എനർജി പവറിൽ വർക്ക് എന്താണ്, വേരിയസ് ടൈപ്പ് ഓഫ് വർക്ക്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്, പിന്നെ പവർ എന്താണ്, എനർജി എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻഇലാസ്റ്റിക് കൊളീഷൻ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ച്ഡ് സ്പ്രിംഗ്, ഇലിസ്ട്രേഷൻ ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി, ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ, പല കുട്ടികളും ഭയങ്കര പ്രയാസം എന്ന് പറയുന്നതാണ്. റിജിഡ് ബോഡി, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, റേഡിയസ് ഓഫ് ഗൈറേഷൻ, എളുപ്പത്തിൽ മാഷ് പഠിപ്പിച്ചു തരും. വളരെ സിമ്പിളായിട്ടൊരു ചാപ്റ്റർ. പിന്നെ അത്യാവശ്യം വെയിറ്റേജ്, നല്ല വെയിറ്റേജ് ഉള്ളതാണ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷനകത്ത് എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഓൾട്ടിറ്റ്യൂഡ്, വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്ത്. പിന്നെ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ, ഡെറിവേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി എർത്ത് -gm/, അങ്ങനെ വരുന്ന ഇക്വേഷൻ, കെപ്ലേഴ്സ് ലോ, അങ്ങനെ ഡെറിവേഷൻസ് അത്യാവശ്യമുള്ളതാണ്. നിങ്ങൾ ഈ 7 ചാപ്റ്റർ വളരെ ശ്രദ്ധിച്ചേക്കുക. ഈ 7 ചാപ്റ്റർ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഗ്രാവിറ്റേഷൻ, ഈ 7 ചാപ്റ്റർ പഠിച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് 82 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. 40 മാർക്ക് 100%, 100%
60-40 മാർക്ക്, ചോയ്സ് എല്ലാം ഉൾപ്പെടെ 80-82 മാർക്കുണ്ട്. 40 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം, കണ്ണും പൂട്ടി ഉറപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുക്കേണ്ടതാണ്. വലിയ മലയൊക്കെ കയറിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പോലെ ചേട്ടൻ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ഹുക്സ് ലോയും കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം പഠിച്ചാൽ മതി. ഫ്ലൂയിഡ്സ്, അതിനകത്ത് നമുക്ക് വ്യക്തമായി ബെർണോളിസ് തിയറം, പാസ്കൽസ് ലോ, ടെർമിനൽ വെലോസിറ്റി, സ്റ്റോക്സ് ഫോർമുല, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, പാസ്കൽസ് ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ക്യാപ്പിലാരിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഈ 3 ചാപ്റ്റർ നിങ്ങൾ വളരെ സിമ്പിളായി പഠിക്കുന്നതായിരിക്കും. അതിനകത്തൊന്നും വലിയ മാർക്ക് സംഭവങ്ങളൊന്നുമില്ല. ഓസിലേഷൻ ബേസും ഈ പറഞ്ഞ പോലെ 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഞാൻ പഠിപ്പിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരു ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിപ്പിക്കും. അതിൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും, പ്രോബ്ലംസ് ചെയ്യിപ്പിക്കും, വരുന്ന പ്രോബ്ലംസും വരുന്ന ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും. അന്നേരം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ കമൻസ് ഇടുക. ഏത് ചാപ്റ്റർ ആദ്യം എടുക്കണമെന്നൊക്കെയുള്ള കമൻസ് നിങ്ങൾ ധൈര്യമായിട്ട് ഇടുക. മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊരു അധ്യാപകൻ അത്രയും കഷ്ടപ്പെടുമ്പോൾ +2-നും +1-നും എല്ലാം വേണ്ടി കഷ്ടപ്പെടണം. അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, കമൻസ് നിർബന്ധമാക്കി ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എൻ്റെ 100 100% ഇൻപുട്ട് ഔട്ട്പുട്ടും എല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങൾ ഔട്ട്പുട്ട് മേടിച്ച് നല്ല റിസൾട്ട് കിട്ടി, നല്ല മാർക്ക് കിട്ടി എല്ലാ കുഞ്ഞുങ്ങളും കേരളത്തിലെ ഗംഭീര മാർക്ക് കിട്ടാൻ വേണ്ടി മാഷിൻ്റെ രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും കേട്ടോ. ഗിരീഷ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്സ് മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ മതി, കെമിസ്ട്രി ആണെങ്കിലും ബോട്ടണി ആയാലും സുവോളജി ആയാലും മാത്സ് എല്ലാം ഗംഭീര അധ്യാപകരെന്ന് നിങ്ങൾ ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കും. ഓക്കെ, അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. അന്നേരം നമ്മൾ അടുത്ത 1-ാം തീയതി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം നിങ്ങൾ എല്ലാം റെഡിയാക്കി വെക്കുക. ആദ്യം തുടങ്ങേണ്ട ചാപ്റ്ററുകൾ ഏതാണെന്ന് പറയുക. ഞാൻ എന്തായാലും ചാപ്റ്റർ തുടങ്ങാനിരിക്കുന്നുണ്ട്, അത് ഞാൻ സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അന്നേരം ഗെറ്റ് റെഡി ഫോർ ഫയർ. ടി. ഓക്കെ, നന്നായിട്ട് പഠിക്കാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും കഴിയട്ടെ. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. ഒരു ശകലം സമയം പോലും നമുക്ക് പാഴാക്കാനില്ല. ഇനി വളരെ കുറച്ച് ദിവസം, 1 മാസം ഇല്ല നമുക്ക് പഠിക്കാൻ. അന്നേരം ഒരു ടെൻഷൻ വേണ്ട, അതൊക്കെ മാഷിനെ വിട്ടുതരാം. ഫിസിക്സൊക്കെ നല്ല പൂ പോലെ പഠിപ്പിച്ചു തരും. നിങ്ങൾ കൂട്ടത്തിൽ നിന്നാൽ മതി, സപ്പോർട്ട് ചെയ്താൽ മതി. കീപ് സപ്പോർട്ടിങ്, നെവർ എവർ ഗിവ് അപ്പ്.